ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗൻരാഗത്തിൻ്റെ അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയെ പല പ്രാവശ്യം കൊല്ലാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ തന്നെയാണ് മരിക്കുന്നത്. കാരണം വിക്രം കൊല്ലാൻ നോക്കി, വിക്രം മരിച്ചു. അതേപോലെ തന്നെ ബഗാസുരൻ ഇപ്പോഴേ ഷാരിക്ക് കുത്തേറ്റിട്ട് ഐസിയിൽ കിടക്കുകയും ചെയ്യുന്നു. അപ്പോൾ വല്ലാത്തൊരവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ സരയുവിന്. ഇപ്പോൾ സരയുവിനാണെങ്കിൽ കിരണിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കി കിരണിൻ്റെ കൂടെ ജീവിതകാലം മുഴുവനും ജീവിക്കണം എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ നിൽക്കുക. പക്ഷേ കല്യാണിയും കിരണും ആണെങ്കിൽ സരയുവിനെ ഭയങ്കരമായിട്ട് മന്ദമായി വിശ്വസിക്കുകയും ചെയ്യാണ്. ഇങ്ങനെ കല്യാണിക്ക് ഒരു മെസ്സേജ് വരികയും അതേപോലെ തന്നെ നമ്മുടെ താര മോളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരികയും കല്യാണി അത് താരയോട് ചോദിക്കാനായിട്ട് വരികയും ഇത് സരയു കാണുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരയുവിന് ഭയങ്കരമായിട്ട് കലവരികയാണ്. കല്യാണി പോയി കഴിഞ്ഞപ്പോഴേക്കും കണക്കിന് കൊടുക്കുകയാണ് താരക്കിട്ട്. സ്വന്തം അമ്മയാണെന്ന് പോലും ചിന്തിക്കാതെ, ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് തൻ്റെ പെറ്റമ്മയെ കാണുന്നത് പോലും ചിന്തിക്കാതെ സരയു ആ വലിയൊരു ക്രൂരത ചെയ്യുകയാണ് താരയോട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും താരയ്ക്കും ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്. പാവത്തിനൊരു ഒച്ചത്തിൽ കരയാൻ പോലും സാധിക്കില്ലല്ലോ, ആ ഒരവസ്ഥയിൽ മിണ്ടാപ്രാണിയാണല്ലോ. അപ്പോൾ സരയു ഇങ്ങനെ പറയുകയാണ്, ഇനി മേലാൽ ഇതേപോലുള്ളൊരു മെസ്സേജ് അയച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് സാധിക്കില്ല. എന്നെ മാത്രമല്ല കൊച്ചുമോളെയും ഞാൻ ഇല്ലാതാക്കും എന്ന് സരയു ഭയങ്കര രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും താര പേടിച്ചു പോണില്ല. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം, ഞാൻ ആരോടും ഒന്നും പറയില്ല എന്ന് വരെ അവിടെ താര പറയുകയാണ്. അങ്ങനെയായ നിങ്ങൾക്ക് കൊള്ളാം. വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് കിട്ടിയ മകളാണ് ഞാൻ. അപ്പം നിങ്ങൾ എന്നോടാണ് സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ കാണിക്കേണ്ടത്, അല്ലാതെ ഇന്നലെ കണ്ട കല്യാണിയോടല്ല നിങ്ങൾ കാണിക്കേണ്ടത് സ്നേഹമൊക്കെ. പണ്ട് അവൾക്ക് സംസാരശേഷി ഇല്ലായിരുന്നു, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അവളോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു എന്നും എനിക്കറിയാം. പക്ഷെ ഇപ്പം അവൾ അങ്ങനെയല്ല. അവൾക്ക് പണവും പ്രൗഢിയും സംസാരശേഷിയും ഒക്കെ അവൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവളോട് കൂടുതൽ സ്നേഹമൊന്നും കാണിക്കണ്ട. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കല്യാണിയെ കൊല്ലാൻ പറ്റുന്ന അവസരം ഞാൻ കൊല്ലും അവളെ. ഇനി കിരണിനോടൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും ശരി, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്താലും ശരി, പിന്നെ കിരണിനോടൊപ്പം അവൾ ജീവിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഈ കൃത്യം ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്തോളാം. അവളെ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതാക്ക് ഞാൻ. അവളെ സ്നേഹിക്കുന്നവരൊക്കെ വിഷമിക്കട്ടെ, അതാണ് എൻ്റെ മനസ്സിലാഗ്രഹം എന്നൊരു സൈക്കോ എന്ന രീതിയിൽ സരയു അവിടെ നിന്ന് പറഞ്ഞിട്ട് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ താരക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊച്ചുമോളെയും കൊണ്ടുപോയി സരയു ആത്മഹത്യ ചെയ്യും. അത് ഉറപ്പുള്ള കാര്യമാണെന്ന് താരയ്ക്കറിയാം. പക്ഷെ എന്നാലും ഇത് വെറുതെ വിടാനായിട്ട് പാടില്ലല്ലോ. പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ കിരണൊക്കെ ആണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്ന, ആരാണ് കല്യാണിയെ കൊല്ലാനായിട്ട് നോക്കിയത്? ഇനിയും അപ്പോൾ അപകടം വിട്ടു മാറിയിട്ടില്ല, ആ അപകടം ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് കിരണിനറിയാം. അപ്പോൾ കിരണി രതീഷിനോട് പറയണം, രതീഷ് അപ്പോൾ ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രതീഷ് സരയുവിൻ്റെ പേര് തന്നെയാണ് പറയണം. സരയുവിനെ ശാരിയാണ് രതീഷിന് സംശയം. കാരണം ഇവർ എത്രയും മാറിയെന്ന് പറഞ്ഞിട്ട് പോലും രതീഷിന് ഇവരെ വിശ്വാസം വന്നിട്ടില്ല. അപ്പോൾ ഇവരെ തന്നെ സംശയം പറഞ്ഞപ്പോഴേക്കും വേണ്ട, സരയുവിനെ സംശയിക്കേണ്ട കാര്യമില്ല രതീഷെ, കാരണം അവൾ ശരിക്കും മാറിക്കഴിഞ്ഞു, അവളെ സംശയിക്കാനായിട്ട് എനിക്ക് കഴിയില്ല എന്ന് മണ്ടൻ കിരണിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയിപ്പോൾ കിരണിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് രതീഷിന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ഈ കല്യാണിയും ബാക്കി ഈ നമ്മുടെ കാദംബരിയും കൂടി പ്രകാശിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പ്രകാശിന് ചില കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എനിക്കിങ്ങനെ അനുഭവിക്കേണ്ടി വന്നാൽ എനിക്ക് സങ്കടമൊന്നുമില്ല, പക്ഷേ പലപ്പോഴും ഞാൻ വിക്രമിനെ ആലോചിക്കാറുണ്ട്. എൻ്റെ ഹാർട്ടിന് പ്രശ്നങ്ങളുള്ളതാണ്. പക്ഷേ ഞാൻ വിക്രമിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമ്പോഴും എൻ്റെ ഹൃദയം കല്ലായി പോവുകയാണ് അവിടെ ചെയ്തത്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് അവിടെ തോന്നിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കാദംബരി അറിയാതെ തന്നെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, അച്ഛാ കല്യാണിയെ ഇന്നലെ ഒരാൾ കൊല്ലാൻ വന്നു എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ടാൽ പ്രകാശം പേടിച്ചു പോകണൊക്കെ, കൊല്ലാൻ വന്നെന്നോ? എന്തൊക്കെയാ മോളെ പറയുന്നത്? നമ്മുടെ ശത്രുക്കളെല്ലാം അവസാനിച്ചില്ലേ? അപ്പോഴേക്കും കാദംബരി ചേച്ചി എന്തേച്ചി പറഞ്ഞത്? എന്തിനാ അച്ഛനോട് ഇപ്പോൾ പറയാൻ പോയത് മോളെ? എന്താണ് ഉണ്ടായത്? സത്യം പറ അച്ഛനോട്. എന്താണെങ്കിലും അച്ഛനോട് തുറന്നു പറയാനാ പറഞ്ഞത്. ഇത് കേട്ട കല്യാണിയിലേ അതൊന്നുമില്ല അച്ഛാ, അതൊക്കെ വെറുതെ, അതൊന്നും ഇല്ല. അങ്ങനെ കാദംബരി മോള് വെറുതെ പറയില്ലല്ലോ. അച്ഛനോട് എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറ. ഏതായാലും ഇത്രയൊക്കെ സംഭവിച്ചു, പിന്നെ എന്ത് നടന്നാലും ഇപ്പം എന്താ പ്രശ്നം? നിങ്ങൾ പറ കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ കാദംബരി പ്രകാശിനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അച്ഛാ അത് പിന്നെ കല്യാണിയും പിന്നെ ആ ഷാരി ആൻറ്റി ഇല്ലേ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. രാത്രി വീടിൻ്റെ അകത്തേക്ക് കഥ തുറന്നൊരാൾ കയറുകയും
കല്യാണിയെ ആക്രമിക്കാൻ പോയപ്പോൾ കല്യാണി മെയിൻ സ്വിച്ച് ഓഫ് ആക്കുകയും അതേപോലെ തന്നെ പക്ഷെ കുത്തേറ്റത് ഷാരി ആൻറ്റിക്കാണെന്നും എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട പ്രകാശിന് വിശ്വസിക്കാൻ പറ്റില്ല. അവരെങ്ങനെ എങ്ങനെയാണ് അടുക്കള വാതിൽ തുറന്ന് കയറിയത് എന്ന് പറഞ്ഞപ്പോഴേക്കും അതാണ് അച്ഛൻ മനസ്സിലാവാത്തത്. ആ കഥ അടുക്കള വാതിൽ കുത്തി തുറന്നതിൻ്റെ ഒരു ലക്ഷണവും അവിടെ കാണുന്നില്ല. പിന്നെ അപ്പോൾ അകത്തുനിന്ന് ആരെങ്കിലും തുറന്നു കൊടുത്താൽ മാത്രമല്ലേ അകത്തേക്ക് ആരെങ്കിലും കയറുള്ളൂ. ഇത് കേട്ട പ്രകാശിന് സംശയം തോന്നി. മോളെ ദേ ഈ ഷാരിയൊക്കെ മാറിയെന്ന് പറയുന്നുണ്ട്, പക്ഷേ അവരെന്ന് എനിക്ക് തീരെ വിശ്വാസമില്ല മോളെ. ഇനി ഇതിന് പിന്നിൽ ആ ഷാരി ആൻറ്റി തന്നെ ആയിരിക്കോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല അങ്ങളെ, ഇല്ല അച്ഛാ, അതൊന്നുമില്ല അച്ഛാ. ഷാരി ആൻറ്റിയെയും സരേവിനെയൊന്നും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അച്ഛാ, എനിക്ക് താര ആൻറ്റിയുടെ ഒരു മെസ്സേജ് വരുന്നായിരുന്നു, മോളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രകാശിന് വീണ്ടും മാറി തോന്നുകയാണ്. മോളെ സൂക്ഷിക്കണം എൻ്റെ പൊന്നുമോളെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ ജയിലിൽ കിടക്കുന്നത്, നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. നിന്നെ കൊല്ലാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും വിക്രമിനെ ഞാൻ കഴുത്ത് ധരിച്ച് കൊന്നത്. ഇനിയും ഈ അച്ഛൻ ജയിലിൽ കിടക്കുകയാണ്, ഇനി അച്ഛനെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് സൂക്ഷിക്കണം എന്നൊക്കെ പറയാണ്. അച്ചാ ടെൻഷൻ ആവല്ലേ അച്ഛാ, ഞാൻ സൂക്ഷിച്ചോളാം മോളെ. ചിലപ്പോൾ ആ വിക്രമിൻ്റെ കൂട്ടാളികൾ തന്നെയായിരിക്കും. കാരണം വിക്രമിൻ്റെ കൂടെയുള്ളവരൊക്കെ ഭയങ്കര തരികിടകളാണ്, അവരെയൊന്നും വിശ്വസിക്കാനായിട്ട് കഴിയില്ല. വിക്രമിന് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തിരുന്നത് അവർ തന്നെയാണ്. ഇനിയിപ്പോൾ അവനെ കൊന്നല്ലോ, അപ്പോൾ അവൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇവർ ഏത് പ്രവർത്തിക്കും പോകുക തന്നെ ചെയ്യും മോളെ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കിരണേട്ടനും അങ്ങനെ തന്നെയാണ് അച്ഛാ പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ സൂക്ഷിച്ചോളാം. ഇനിയിപ്പോൾ മനസ്സിലായല്ലോ ശത്രുക്കൾ ഒടുങ്ങിയിട്ടില്ല, ഇപ്പോഴും ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിയും കാദംബരിയും അവിടെ നിന്ന് പോവുകയാണ്. പ്രകാശനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ടെൻഷനും കൂടി. അങ്ങനെ പ്രകാശ് നേരെ മനോഹറിൻ്റെ അടുത്തേക്ക് ചെല്ലുക. മനോഹറിൻ്റെ അടുത്തേക്ക് ചെന്ന് മനോഹറിനോട് കാര്യങ്ങളെല്ലാം പറയണം. എടാ മനോഹരെ, ഞാനിവിടെ ആയിപ്പോയടാ. എടാ എൻ്റെ മക്കൾക്ക് വീണ്ടും ആപത്തുകൾ വിട്ടു മാറിയിട്ടില്ല. കല്യാണിക്ക് വീണ്ടും ആപത്ത് വന്നത് ആ സമയത്ത് ഷാരിക്കാണ് കുത്തേറ്റതും എന്ന് പ്രകാശം പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യോ, കല്യാണിക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, അപ്പോൾ ശത്രുക്കൾ ഒഴിഞ്ഞു മാറിയിട്ടില്ലല്ലേ അല്ലേ അങ്കളെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ലടാ, ശത്രുക്കൾ നമ്മുടെ രീതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല, കല്യാണിയെ തീർക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് വീട്ടിലേക്ക് കയറിയെന്ന് പോലും ഇപ്പോൾ മനസ്സിലാവാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ മനോഹരനും എന്തൊക്കെയോ ഡൗട്ട് തോന്നുകയാണ്. അങ്കിളിന് ഇപ്പോൾ ഏതായാലും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ല, പിന്നെ എന്ത് ചെയ്യാനാണ് അങ്കളെ? എന്നാലും മക്കളെ കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലടാ. ഇപ്പം നീ നോക്കിക്കണ്ടേ, നിന്റെ മോൾ ഇപ്പോൾ പുറത്താണ്. ആ സമയത്ത് നിന്റെ മോൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കിവിടെ സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് എനിക്കും ഒരു സമാധാനം ഇല്ലടാ. എനിക്കും മനസ്സിന് വല്ലാത്ത വെപ്രാളവും ഒക്കെയാണ്. കാരണം എൻ്റെ കല്യാണി മോൾക്ക് ഒരു ആപത്ത് വരാൻ പാടില്ല. അവൾ ജീവിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അവൾ ഒരുപാട് ദുരന്തങ്ങളെല്ലാം അനുഭവിച്ചതിന് ശേഷമാണ് ജീവിച്ചു തുടങ്ങിയത്. ആ കല്യാണിക്ക് എന്തെങ്കിലും വരാനായിട്ട് എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ലടാ എന്ന് മനോഹരോട് പറഞ്ഞപ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാനാണ് അങ്കളെ? നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ, ജയിലിൽ ചാടാൻ പോലും പറ്റില്ല. അങ്ങനെ ചാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ഈ ശിക്ഷ നീണ്ടുകൊണ്ടേയിരിക്കും. അത് വലിയൊരു ശിക്ഷയായിട്ട് മാറൂലേ? നീ പറഞ്ഞ സത്യം തന്നെയാണ് ദൈവമേ, എൻ്റെ ഭഗവാൻ, ഇപ്പം എനിക്കൊരു സമാധാനം ഇല്ലാതെ ആയല്ലോ എന്ന് പ്രകാശം പറയുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ സരയു ആണെങ്കിൽ കല്യാണിയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ട് വെച്ചിരിക്കുകയാണ്. സരയനൊരു മനസ്സമാധാനമില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് പാഞ്ഞ് നടക്കുക. അപ്പോൾ സരയു ഹോസ്പിറ്റലിലും പോകുന്നുണ്ട്, ഷാരിയെ കാണുന്നുണ്ട്, ഷാരിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കൊല്ലാൻ നോക്കിയിട്ട് അവളെ കൊല്ലാനും കഴിയുന്നില്ലല്ലോ. അങ്ങനെ സരയുവാണെങ്കിൽ ആ ഒരു വ്യക്തിയെ കാണാനായിട്ട് പോവുകയാണ്. ഈ വിക്രമിൻ്റെ കൂട്ടുകാരനെ കാണാൻ പോയി കഴിഞ്ഞപ്പോഴേക്ക് താൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? താൻ കല്യാണിയെ കുത്താൻ പറഞ്ഞിട്ട് താൻ എന്തിനാടോ എൻ്റെ അമ്മയെ കുത്തിയത് എന്നിങ്ങനെ ചോദിക്കണം. അയ്യോ അത് പിന്നെ സരയു വേറൊന്നും കൊണ്ടല്ല, ഞാൻ വിചാരിച്ച് കല്യാണിയെ കുത്തിയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ കല്യാണിയെ കുത്താൻ പോകുന്ന സമയത്ത് അവൾ മെയിൻ സ്വിച്ച് ഓഫാക്കി കളഞ്ഞു. പിന്നെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഞാൻ അവളെ കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷേ അവളെന്നെ തട്ടി മാറ്റുകയും ഫോണിൻ്റെ കയ്യിൽ തെറിച്ചു പോവുകയും, പക്ഷേ എൻ്റെ കയ്യിൽ അപ്പോൾ ഒരു സ്ത്രീയെ കിട്ടുകയും ചെയ്തു. ഞാൻ വിചാരിച്ചത് കല്യാണിയാണെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ തക്കം പാഴാക്കാതെ പള്ളക്കിട്ട് കത്തി കയറ്റുകയാണ്. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തത് എന്നും അവിടെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണോ കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത്? ഭാഗ്യം കൊണ്ടാ എൻ്റെ അമ്മ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട് എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥയിലായി പോയാനായിരുന്നു ഞാൻ. തന്നോടൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പൈസയൊക്കെ കറക്റ്റായിട്ട് മേടിക്കാനറിയില്ല. മേഡം അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ. പൈസ ഒന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങളുടെ അമ്മയോട് ഞാൻ പറഞ്ഞതാ,
നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒളിച്ചു നിന്നോ, ഞാൻ കൃത്യം ചെയ്യുമ്പോൾ ആ വശത്തേക്കേ വരാൻ പാടില്ലെന്ന്. പക്ഷേ നിങ്ങളുടെ അമ്മേനോട് ആര് പറഞ്ഞു എൻ്റെ മുൻവശത്തേക്ക് ഓടി വരാനായിട്ട്? അതുകൊണ്ടല്ലേ ഇങ്ങനൊരു അത്യാഹിതം സംഭവിച്ചത്. ഇനി കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾക്ക് തരാനുള്ള പൈസ തരുന്നോ? പൈസ ഒന്നില്ലെങ്കിലോ പറയേണ്ടതൊക്കെ എനിക്ക് പോലീസുകാരോട് പറയാനായിട്ട് അറിയാം. എനിക്കങ്ങനെ ഒരു മടിയില്ല. നിങ്ങളാണിത് ഏൽപ്പിച്ചത്, നിങ്ങളുടെ അമ്മയാണ് എനിക്ക് കഥക് തുറന്ന് തന്നു. ഇതൊക്കെ പറയാനായിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നും പറഞ്ഞുകൊണ്ട് സരയുടെ വായ അങ്ങോട്ട് അടപ്പിക്കുകയാണ്. പിന്നീട് സരയിലൊന്നും പറയാനായിട്ട് കഴിഞ്ഞില്ല. ഇനി എന്തെങ്കിലും പറയാനായിട്ട് കഴിയോ? അങ്ങനെ സാധിക്കത്തുമില്ലല്ലോ. അങ്ങനെ സരയുവാണെങ്കിൽ നിവൃത്തിയില്ലാതെ ആ പൈസ എടുത്ത് അയാൾക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. ഇനി കൃത്യങ്ങളെല്ലാം ചെയ്തിട്ട് എനിക്ക് എന്താ വേണ്ടതെന്നൊക്കെ അറിയാം. എന്നാൽ പിന്നെ സര എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സരയും അങ്ങോട്ട് പോവാണ്. അങ്ങനെ സരയുവാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കിരണാണെങ്കിൽ അതിലേറെ ടെൻഷൻ. കാരണം ഇനി കല്യാണിയെ സൂക്ഷിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ കല്യാണിക്ക് അത്യാവശ്യം ഒക്കെ ആയി തുടങ്ങുകയാണ്. അപ്പോൾ കല്യാണി പറയുകയാണ്, ഞാൻ ഏതായാലും ഒന്ന് സൈറ്റിലേക്ക് പോവുകയാണ്. സരയു കൺസ്ട്രക്ഷൻ ചെയ്ത ആ ഒരു സൈറ്റിൽ കുറേ ഇന്ത്യയിൽ വർക്കുകൾ ബാക്കികളുണ്ടല്ലോ, അത് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴാണല്ലോ കിരണേട്ടാ എനിക്ക് കുത്തേറ്റത്. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും കൂടി ഒന്ന് നോക്കാനുണ്ട് കിരണേട്ടാ. ഞാനില്ലെങ്കിൽ അതിൽ ഒരു കാര്യവും നടക്കാനായിട്ട് പോകുന്നില്ല. കല്യാണി നിനക്കിപ്പോൾ പോകാനായിട്ട് സാധിക്കും എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ കിരണേട്ടാ? എനിക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ കിരണേട്ടൻ അത്ര വലിയ പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, സരയു വരട്ടെ എൻ്റെ ഒപ്പം. സരയു വന്നാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. സരയു അല്ലേ അത് കൺസ്ട്രക്ഷൻ ചെയ്തത്. അപ്പോൾ സരയും കൂടെ വരട്ടെ. അതേതായാലും നല്ല കാര്യം തന്നെയാണ് കല്യാണി. സരയു നിൻ്റെ ഒപ്പം കൂടെ വരട്ടെ. അപ്പോൾ സരയുവിനോടും കൂടി നിനക്കൊന്ന് പ്ലാൻ ചെയ്യാലോ. ഇവിടെ എന്തൊക്കെ വേണം ഏതൊക്കെ വേണമെന്ന് നിനക്ക് സരയുവിനോടും കൂടി ചോദിക്കാലോ. അതെ കിരണേട്ടാ. അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും കൂടി നേരെ സരയുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സരയുവിനൊരു വർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് എന്താ കിരണേ, എന്ത് വർക്കാണ്? അതായത് കല്യാണിയുടെ ഒപ്പം നീ കൺസ്ട്രക്ഷൻ ചെയ്ത ആ ഒരു സൈറ്റില്ലേ, ആ സൈറ്റിലേക്ക് പോകണം. എന്നിട്ട് അന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ആണല്ലോ കല്യാണിയെ നിന്റെ അച്ഛൻ പിടിച്ച് കുത്തിയത്. ആ സമയത്ത് അവളതെ ഇപ്പോഴാണൊന്ന് സ്റ്റഡി ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഇന്ത്യയിൽ വർക്ക് നേരത്തെ ചെയ്ത് കൊടുക്കണം. അവർ ഒരേ പ്രാവശ്യം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ചെയ്താലേ അതിൻ്റെ ബിൽഡിങ്ങൊക്കെ എല്ലാം പൂർണ്ണമായിട്ട് പൂർത്തിയാകുള്ളൂ. നമുക്കിത് കൈമാറേണ്ടതല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരേൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടുകയാണ്. അപ്പോൾ സരയു എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, എന്താ സരയു നീ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നീ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ചോദിച്ചപ്പോഴേക്കും ഒന്നുമില്ല, ഞാൻ അവിടെ നടന്ന സംഭവമേ ആ സംഭവത്തെക്കുറിച്ച് ആലോചിച്ചാണ്. എന്നാലും ഭാഗ്യത്തിനല്ലേ കല്യാണി രക്ഷപ്പെട്ടത്. അതിനെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതേ സരയു, അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാനും കരുതുന്നത് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ സരയു ആണെങ്കിൽ ശരി നമുക്ക് ഉറപ്പായിട്ടും പോകാം. പോകണമല്ലോ, കാരണം ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്ത ബിൽഡിംഗ് ആണല്ലോ കല്യാണിയത്. കല്യാണി അപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പോകുള്ളൂ. അപ്പോൾ കല്യാണിയുടെ വർക്കും കൂടി എനിക്കും കൂടി അറിയാലോ. അതിനെന്താ സരയു നമുക്ക് ഒരുമിച്ച് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോവാണ്. അപ്പോൾ നമ്മുടെ കിരൺ താരയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പോൾ താര ചോദിക്കുകയാണ്, കല്യാണി എവിടെയെന്ന് ചോദിച്ചപ്പോഴേക്കും കല്യാണിയും സരയും കൂടി സൈഡിലേക്ക് പോയിരിക്കുകയാണ്. ഇത് കേട്ട് താര അങ്ങോട്ട് പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. എന്താ ആൻറ്റിയുടെ മുഖഭാവമാകിയെന്ന് മാറിയല്ലോ, ആൻറ്റിക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോഴേക്കേ ഒന്നുമില്ല ആൻറ്റിക്ക് ഈ ഇടയായിട്ട് ഭയങ്കര പേടിയുണ്ട്. ആൻറ്റിക്കൊരു മനസ്സമാധാനം ഇല്ലാത്തൊരു ജീവിതമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ സരയുനായിട്ട് വല്ല പ്രശ്നമുണ്ടോ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെ താര പറയുന്നുണ്ടെങ്കിലും താരയുടെ മുഖത്ത് ആ പേടി നമ്മുടെ കിരൺ അവിടെ ശ്രദ്ധിക്കുകയാണ്. ഈ സമയം തന്നെ കല്യാണിയും സരയും കൂടി ആ സൈറ്റിലേക്ക് എത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മേളിലേക്ക് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും ഓരോ റൂമിലും എങ്ങനെ ഇന്ത്യയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ കല്യാണി പറയുമ്പോഴും അത് നല്ലൊരു ഐഡിയ ആണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കല്യാണി, അത് നീ പറഞ്ഞ ഐഡിയ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കല്യാണി ഇട്ട് അങ്ങോട്ട് പുകഴ്ത്തി പറയുകയാണ് ഇവിടെ സരയു. കല്യാണിക്ക് ഓരോ സംശയം വരാത്ത രീതിയിൽ അങ്ങനെ 2ാം നില എത്തുന്നു, 3ാം നില എത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴൊക്കെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു ഇന്ത്യയിൽ വർക്കാണല്ലോ. അപ്പോൾ 3ാം നില എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്യാണി ഓരോരോ വശങ്ങളിലും എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും സരയു ശരിയാ അങ്ങനെ നമ്മുടെ ഈ കല്യാണിയാണെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ആ വക്കിൽ വന്ന് നിൽക്കുക. തള്ളിക്കഴിഞ്ഞാൽ കാലൊന്നും തെന്നിക്കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് വീഴും, മറിഞ്ഞങ്ങടെ നിലത്തേക്ക് വീഴും, ആ ഒരു രീതിയിൽ നിൽക്കുക. അപ്പോൾ ഇത് തന്നെ എൻ്റെ പറ്റിയ തക്കം എന്നും പറഞ്ഞുകൊണ്ടാണ് സരയു നിൽക്കുന്നത്. അങ്ങനെ കല്യാണി പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പുറത്തേക്ക് നോക്കി നല്ല രസമുണ്ട് അവിടെയൊക്കെ കാണാനായിട്ട്. ആ ഒരു രീതിയിൽ നോക്കി നിൽക്കുമ്പോൾ സരയു തൻ്റെ കൈകൾ വെച്ച്
പതുക്കെ തള്ളി ഇന്ന് തന്നെ താഴെ ഇടണം, ഇതോടെ അവളുടെ അവസാനം കാണണം എന്ന് ചിന്തിച്ച് തള്ളിയിടാനായിട്ട് ഇങ്ങനെ ഒരുങ്ങാണ്. കല്യാണി ഇതൊന്നും കാണാതെ പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ താര കിരണിനോട് സത്യങ്ങൾ പറയും. കിരൺ ആ സമയത്ത് സൈഡിലെത്തുകയും ഈ സരയുവിനെ തടയുകയും സരയുവിൻ്റെ യഥാർത്ഥ മുഖം തെളിയുകയും ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്ത ആഴ്ചയിലെ എപ്പിസോഡും എല്ലാവരും കാണണമെന്നും പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗൻ. ബൈ.